നാഗ്പൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പാൻ മസാല വിറ്റു നടന്നൊരു 10 വയസ്സുകാരൻ തന്റെ കുടുംബത്തെ പോറ്റാനായി തുടങ്ങിയ ഒരു ചായക്കടയുടെ കഥയുണ്ട്. പഴയ രവീന്ദ്രനാഥ ടാഗോർ മന്ദിരത്തിനു കീഴിൽ 100-ലധികം കച്ചവടക്കാർ തമ്പടിച്ചിരുന്ന തെരുവിൽ പാൻ മസാല കിറ്റും തമ്പാക്കും 30 പേർക്കുള്ള ചായയും തോളിലാക്കി ആ 10 വയസ്സുകാരൻ ദിവസങ്ങളോളം സമയത്തെ പിടിച്ചുകെട്ടി. ചിലവാക്കിയ കാശിന്റെ പകുതിയെങ്കിലും പോക്കറ്റിലെത്തിയാൽ മാത്രമേ ജീവിക്കാനാകൂ എന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ ഇഷ്ടനടൻ രജനീകാന്തിന്റെ ശൈലികൾ ഒപ്പിയെടുത്തും പ്രിയ നടൻ ജോണി ഡെപ്പിന്റെ ഹെയർ സ്റ്റൈൽ അതേപടി പകർത്തിയും തന്റെ കച്ചവട രീതിയിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്നു. 1.5 രൂപയുടെ ചായ കുടിക്കാനെത്തുന്ന സ്ഥിരം തീവണ്ടികളുടെ ചുണ്ടിലേക്ക് 3 രൂപയുടെ ഫിൽട്ടർ സിഗരറ്റ് തിരികി വായുവിൽ നിന്ന് എവിടുന്നോ ഉരച്ചു കത്തിച്ചെത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയിൽ നോ സ്മോക്കിംഗ് സിദ്ധാന്തങ്ങളെ കാറ്റിൽ പറത്തുമ്പോൾ അയാൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഡോളി കി തപ്രി എന്ന തന്റെ കൊച്ചു ചായക്കടയ്ക്ക് സോഷ്യൽ മീഡിയകളിലെ ട്രെൻഡുകളെ പൊളിച്ചെഴുതാൻ കഴിയുമെന്ന്. ഇന്ന് ഡോളി എന്ന സുനിൽ പട്ടേൽ ദിവസം 3000 രൂപയ്ക്ക് മുകളിൽ ചായ വിറ്റ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു